സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്ന സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വിശുദ്ധമായ മനുഷ്യജീവിതം സർവശക്തനെ തിരിച്ചറിയുവാനും ദൈവികമായ വെളിപ്പാടുകൾ സ്വന്തം ജീവിതത്തിലേക്ക് സ്വാംശീകരിച്ച് അത്യുന്നതമായ മനുഷ്യധർമ്മം പാലിക്കുവാനുമുള്ളതാണ്. ഭൂമിയിൽ മാനവ സമൂഹം ഒന്നാണ്. മാനവികതയുടെ ഈശ്വരീയത ഒന്ന് തന്നെയാണ്. ദൈവത്തെ തിരഞ്ഞുകൊണ്ടുള്ള യാത്രകളാണ് ഇന്ന് മാനവ സമൂഹത്തിൽ ചിന്തിക്കുന്ന എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവിടെയാണ് ഈശ്വരൻ, എവിടെയാണ് സർവശക്തന്റെ ഐശ്വര്യം എന്ന് കണ്ടെത്താനുള്ള പ്രയാണം എമ്പാടും കാണാൻ കഴിയും. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പള്ളി ദർസുകളിൽ നിന്നും തുടങ്ങിയ വിദ്യാഭ്യാസത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങൾ ബിരുദ കോഴ്സ് വരെ എത്തിച്ചേരുകയും ആയിരക്കണക്കിന് വീടുകളുള്ള മഹല്ലിലെ ഇമാമായി ജോലിയേൽക്കുകയും പ്രാർത്ഥനയ്ക്കും നിസ്കാരത്തിനും നോമ്പിനും മറ്റിതര ഇസ്ലാമിക ശരീഅത്ത് നിഷ്കർഷിക്കുന്ന എല്ലാ മേഖലകൾക്കും നേതൃത്വം നൽകുകയും ചെയ്തപ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചോദ്യമുണ്ടായിരുന്നു: എങ്ങനെയാണ് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു സമൂഹത്തോടൊപ്പം നിന്നുകൊണ്ട് ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കാൻ കഴിയുക? ഈ ചോദ്യം വളരെ ശക്തമായി ഹൃദയാന്തരാളത്തിൽ മുഴങ്ങുകയും സൂക്ഷ്മശാലികളായ ആരിഫീങ്ങളും അള്ളാഹുവിന്റെ ഔലിയാകളും എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം ഒരു ഭാഗത്ത് പാർശ്വവൽക്കരിക്കപ്പെടാത്ത ഹൃദയവുമായി നിലകൊള്ളുമ്പോൾ മതത്തിന്റെ പേരിലുള്ള എല്ലാ വേഷവിധാനങ്ങളും എല്ലാ ആദർശ പ്രചരണങ്ങളും എല്ലാ സംഘാടനങ്ങളുമായി മറ്റൊരു വിഭാഗം മതപണ്ഡിതന്മാരെന്ന പേരിൽ മറുവശത്തും ഇതിലേതിലാണ് ഞാൻ കൂടേണ്ടത് എന്ന് എപ്പോഴും നാഥനായ റബ്ബിനോട് ചോദിച്ചതിന്റെ പ്രതിവചനമെന്നോണം സൂഫിയാക്കൾ, ആരിഫീങ്ങൾ, പണ്ഡിതന്മാർ വ്യത്യസ്ത ഘട്ടങ്ങൾ കടന്നു അവസാനം വിശുദ്ധമായ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ഉന്നതമായ ദർശനത്തെ സമൂഹത്തിന് മുന്നിൽ പഠിപ്പിക്കുകയും ജനതകളിലൂടെ, സംസ്കൃതികളിലൂടെ, സംസ്കാരങ്ങളിലൂടെ പാരമ്പര്യ ശക്തിയായി കയ്യാളി വന്ന വലിയ യാഥാർത്ഥ്യം അഥവാ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിന്റെ യഥാർത്ഥ സത്ത വിളമ്പുന്ന ഉന്നതമായ ഒരു കേന്ദ്രം കേരളത്തിലുണ്ടെന്നറിയുകയും അത് കോഴിക്കോടാണെന്ന് കണ്ടെത്തുകയും കളന്തോടിലെ പരിശുദ്ധമായ മജ്ലിസുൽ മുഹമ്മദിയ അടക്കമുള്ള ഉന്നതമായ കേന്ദ്രങ്ങൾക്ക് അധിപതിയും വിശുദ്ധമായ സൂഫി സരണിയിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഹിന്ദു, മുസ്ലിം, ക്രൈസ്തവ ധർമ്മങ്ങൾ ഉൾക്കൊള്ളുന്നവർക്ക് ഒരേ സമയം ഗുരുശ്രേഷ്ഠനായി നിലകൊള്ളുകയും ചെയ്യുന്ന ആദരണീയരായ മുക്കം ബയ്യടി വീട്ടിലെ അസ്സയ്യിദ് ശൈഖ് ഉസ്മാൻ ജമലുല്ലൈലി എന്ന PSK തങ്ങളുപ്പാവയുടെ സവിധത്തിലെത്തുകയും ചെയ്തപ്പോൾ അവിടുന്നാണ് ഖുർആൻ എന്താണെന്നറിഞ്ഞത്, അവിടുന്നാണ് ഖുർആനിന്റെ ഹഖായിഖുകൾ എന്താണെന്നറിഞ്ഞത്, അവിടുന്നാണ് യാഥാർത്ഥ്യത്തിലേക്കുള്ള ഒരു വഴി തെളിഞ്ഞത്. ആ വഴിയിലൂടെയുള്ള സഞ്ചാരത്തിൽ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു സത്യം: ഈ പാത കല്ലും മുള്ളും നിറഞ്ഞതാണ്. ഇവിടെ നാം നഗ്നപാതരായി മാറുകയാണ്. തറച്ചു കയറുന്നത് മൊത്തം കാരിരുമ്പ് പോലെയുള്ള ആണികളും മുള്ളുകളുമാണ്. ഇവിടെ നിന്നാണ് ഏറ്റവും ശക്തമായിട്ട് ഉപ്പാവയുടെ പിന്നിൽ അണിനിരന്നതിന്റെ പേരിൽ എന്റെ നാട്ടുകാർ പോലും കാഫിർ എന്ന് തന്നെ വിളിച്ചത്, കള്ളത്തരീക്കത്തും പിഴച്ച തരീക്കത്തും എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചത്. പക്ഷെ അപ്പോഴും ഞാൻ അവരോട് ചോദിച്ച ഒരു ചോദ്യം: ഈ കാണുന്നതും ഈ വിശ്വസിക്കുന്നതും ഈ അറിയുന്നതുമായ അനുഭൂതി കള്ളത്തരീക്കത്താണെങ്കിൽ നിങ്ങൾ ഒരു നല്ല തരീക്കത്ത് പറഞ്ഞു തരാൻ കഴിയുമോ?